ബാക്ക്. കിച്ചൺ കണ്ടോണ്ടേ കിച്ചൺ വീഡിയോ ആണ്, എന്തോ ഫുഡ് വീഡിയോ ആണെന്നൊന്നും വിചാരിക്കേണ്ട. സ്റ്റിൽ ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ് കേട്ടോ. എന്റെ കൂടെ പഠിച്ച, അതായത് എന്റെ നഴ്സിംഗ് സ്കൂളിൽ എന്റെ കൂടെ പഠിച്ച 3 ഫ്രണ്ട്സ് റീസെന്റ് ഞാൻ മീറ്റ് ചെയ്തു കേട്ടോ. അപ്പൊ അവരെനിക്ക് കൊണ്ടുവന്ന ഗിഫ്റ്റുകൾ കാണണ്ടേ. ആദ്യം വന്നത് എന്റെ ഫ്രണ്ട് അല്ല, ഫ്രണ്ടിന്റെ ഹസ്ബൻഡ് ആയിട്ടോ. ഞാൻ ഫോട്ടോ ഒക്കെ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ജിക്ക് എനിക്ക് വന്നപ്പം സ്വപ്ന എനിക്ക് കൊടുത്തു വിട്ടൊരു സാധനമുണ്ട്, കാണണ്ടേ. അവള് UK ന്നാട്ടോ ജിക്ക് വന്നത്. അപ്പം ജിക്ക് UK എനിക്ക് കൊടുത്തു വിട്ട സാധനമാണ് ഈ ഷ്രഗ്. ജിക്കല്ല, ജിക്ക് കൊണ്ടുവന്നു സ്വപ്ന കൊടുത്തു വിട്ട. ഇവിടെ പക്ഷെ ഇത് ഇടുന്ന അത്രയും തണുപ്പൊന്നുമില്ല, എന്നാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ സ്വപ്നയോട് ഇതുവരെ വിളിച്ച് കുറച്ച് ദിവസമായി കേട്ടോ കിട്ടിയിട്ട്. നമ്മളിത് ജസ്റ്റ് ഇങ്ങനെ കണ്ടങ്ങ് വെച്ചതേ ഉള്ളൂ, ഒന്ന് വിളിച്ചു പോലും പറഞ്ഞിട്ടില്ല ഞാൻ ഇതുവരെ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളത്. അപ്പം ഇതാണ് നമ്പർ 1 കേട്ടോ. നമ്പർ 2 ഇന്നാണെങ്കിൽ എന്നെ കാണാൻ വേണ്ടി ഹൂസ്റ്റണിന്ന് എന്റെ കൂട്ടത്തിൽ തന്നെ പഠിച്ച മേരിക്കുട്ടി ഷീബയും കൂടെ അവർ രണ്ടുപേരും കൂടെ ഒന്നിച്ചാട്ടോ വന്നേ. അപ്പം അവര് കൊണ്ടുവന്ന ഗിഫ്റ്റ് ആണ് കേട്ടോ. ഇത് മേരിക്കുട്ടിയുടെ വകയാണേ. കാണിച്ചു തരാം എന്താണേ. കണ്ടോ, നമ്മുടെ നാട്ടിലെ സാധനമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ കുക്കിങ്ങിനകത്തുള്ള സാളല്ലേ, അപ്പം എനിക്ക് ഏറ്റവും അവർ ആപ്റ്റായിട്ട് നോക്കി എടുത്തുകൊണ്ട് വന്ന സാധനമാണ് കേട്ടോ. ഒരു ഉരുളിയാണ് കേട്ടോ. ഞാൻ മേടിക്കണമെന്ന് കരുതിക്കൊണ്ടിരുന്നൊരു സാധനമാണ്. വലിയൊരു ഉരുളി. എനിക്ക് കുക്കിംഗ് ഒക്കെ ചെയ്യാൻ സൂപ്പർ ആട്ടോ. നല്ല ബീഫൊക്കെ എങ്ങനെ അങ്ങോട്ട് ഉരുളിക്കകത്ത് അങ്ങോട്ട് നമ്മളെ പെരട്ടി അങ്ങോട്ട് വറക്കും. ഇതിന്റെ അടപ്പൊക്കെ ഉണ്ട്. അപ്പം ഇതാണ് എന്റെ രണ്ടാമത്തെ ഗിഫ്റ്റ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഗിഫ്റ്റ് ആണ് കേട്ടോ ഇത്. ആ കൂട്ടത്തില് ഇങ്ങനെ ഒരു സാധനമുണ്ട്. ഇത് കുറച്ച് ചോക്ലേറ്റ് ആണെന്നാണെന്ന് തോന്നുന്നു. ഗുഡിയുടെ ചോക്ലേറ്റ്സ് ആണ് കേട്ടോ. ഇതുകൊണ്ടേ അനിയിപ്പൊ അടുത്തത് കണ്ടേ. അടുത്ത് നമ്മുടെ ഷീബ കൊണ്ടുവന്ന ഗിഫ്റ്റ് കേട്ടോ. ഇതാണ് ഷീബ കൊണ്ടുവന്നത്. കാണിച്ചിറങ്ങി കുറേ സാധനങ്ങളുണ്ട്. ഞാനിത് ആക്ച്വലി ഇന്നലെ തുറന്നു നോക്കിയായിരുന്നു കേട്ടോ. നിങ്ങളെ കണ്ടെന്ന് കരുതി കുട്ടതേ ഉള്ളൂ കേട്ടോ. കണ്ടോ, മിൽട്ടന്റെ നമ്മുടെ ഇതുണ്ടല്ലോ, ചൂട് പോകുന്ന പാത്രം. അതിന് പറയുന്ന പേരെന്തുവായിരുന്നു, എന്താ മേന് പറയുന്ന പേര് ആർക്കറിയാം. അതിന്റെ പേര് ഇനി മറന്നുപോയി കേട്ടോ. നാട്ടിലത്തെ സാധനല്ലേ ഇത്, നാട്ടിലത്തെ തന്നെ. എനിക്കാണെങ്കിൽ ഇതിന്റെ വലുപ്പം ചെറിയ ഒരെണ്ണം വണ്ടിയിലുള്ളത് കേട്ടോ. കണ്ടോ, ഇത് കാരണം കാണത്തില്ല. നിങ്ങളൊക്കെ ഈ സ്റ്റീൽ പാത്രമൊക്കെ കണ്ട് ഇത്ര എക്സൈറ്റഡ് ആണ് നിൽക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനങ്ങൾ കേട്ടോ. ശരിക്കും ഞാൻ ഇതൊന്നും മേടിച്ചില്ല. ഞാൻ അവർക്ക് നാട്ടിൽ പോകുമ്പോൾ മേടിക്കാമെന്ന് കരുതി ഞാൻ മേടിച്ചിട്ടില്ല കേട്ടോ. അപ്പം എനിക്ക് അതിന്റെ ആവശ്യമില്ല. അതിന് പിന്നെ എന്റെ കൂട്ടുകാരെന്റെ മനസ്സറിഞ്ഞ് എനിക്ക് കൊണ്ടുവന്നു. നമുക്കൊരു 100 അപ്പമൊക്കെ ഉണ്ടാക്കി വെക്കാം കേട്ടോ. അടിപൊളി സാധനം.